എൻ്റെ മോൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ല. അത് പബ്ലിക്കിനൊന്നും അറിയത്തില്ല എൻ്റെ കാര്യങ്ങൾ. ഇവരുടെ FIS ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തിരുത്തിക്കാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. അപ്പം 4:34 എൻ്റെ മോളെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതും മോൾ തന്നെയാണ് പോയത്. അന്ന് സാധാരണഗതിയിൽ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് എൻ്റെ മോൾക്ക് ഡ്യൂട്ടി കൊടുക്കുക, അങ്ങനെ ആരും കൊടുക്കാറില്ല. അന്ന് 9-ാം തീയതി ഉണ്ടാകുന്ന മെയ് മാസം 9-ാം തീയതി 6 മണി വരെ എൻ്റെ മോൾക്ക് കോവിഡ് ഡ്യൂട്ടിയാണ്. സാധാരണ കോവിഡ് ഡ്യൂട്ടിക്ക് ഡോക്ടർമാർ പേടിച്ചിട്ട് പോകാറ്. എൻ്റെ മോൾ അതിന് പോകും. അതിനുശേഷം 7:15 മണിക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ കോവിഡ് ഡ്യൂട്ടിക്ക് പോവുകയാണ്, ഇടയ്ക്ക് വിളിക്കരുത്. 8 മണി മുതൽ പിറ്റേഴ്സ് 8 മണി വഴിയാണ് ഡ്യൂട്ടി. അപ്പോൾ വേറെ ഹൗസ് സർജനും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ മോളാണ് ഫുൾ ടൈം അവിടെ പോകുന്നത്. പുള്ളി അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ഡ്യൂട്ടിക്ക് അന്ന് കുട്ടിക്ക് ശാലം പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറയുന്ന, ഞാൻ പറഞ്ഞു വിട്ട് അങ്ങനെ അവധി എടുക്കത്തില്ല, എല്ലാം ആരും ഇല്ല ചാച്ച തന്നെ വിളിക്കുന്നത്, ആരോഗ്യം ചാച്ച, അതുകൊണ്ട് ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും എൻ്റെ മോൾ എപ്പോഴും മോളുടെ അമ്മയായിട്ട് എൻ്റെ വൈഫുമായിട്ട് രാത്രിയിലൊക്കെ സംസാരിക്കും. അങ്ങനെ അതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മോൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഒരു 4 മണിക്ക് ശേഷമാണ് ഇങ്ങനെ പോലീസുകാർ ഒരാളുമായിട്ട്, പ്രതി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഇതുപോലെ ജീപ്പിൽ കൊണ്ടുവരുന്നത്. അപ്പം മോള് മാത്രമേ അവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. കൂടുതൽ ഉണ്ടായിരുന്ന ഡോക്ടറെ മോള് വിളിച്ചു വരുത്തി. ഷിബിൻ മുഹമ്മദ്, അതാണ് സർജൻ കൂടുതലുണ്ടായിരുന്നത്. വിളിച്ചു വരുത്തി ഇവരെ കൂടത്തിൽ കൊണ്ടുവന്ന ഈ പ്രതിയുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ സ്വന്തക്കാർ 2-3 പേരുണ്ടായിരുന്നു. അവരവിടെ കൂടത്തിൽ വന്നപ്പോൾ തന്നെ പ്രതിക്ക് സത്യത്തിൽ ആരോഗ്യപരമായിട്ട് ഒരു കാലിന് പൊട്ടലുമുണ്ട്, ഒരു കാലിന് വലിയ വ്രണമുണ്ട്. പിടിച്ചാണ് വന്നത്. അതെൻ്റെ CCTV ഫുട്ടേജിലുണ്ട്, പോലീസിൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചാണ് വരുന്നത്. അപ്പം അങ്ങനെ പിടിച്ച് വന്ന് അവിടെ വരുമ്പോഴത്തേക്ക് പൂർണ്ണ ആരോഗ്യവാനല്ല പ്രതി. അകത്തേക്ക് കയറുന്നു. മോൾ അവിടെ ഇരിക്കുന്ന മോൾ പറഞ്ഞ മറ്റേ അവസരത്തിനെ വിളിച്ചു വരുത്തുന്നു. പാർട്ടിയുള്ള സിസ്റ്റർമാരൊക്കെ അവരൊക്കെ റെസ്റ്റ് റൂമിലാണ്. വെളുപ്പിനെ ഒരു 4 മണിക്ക് ശേഷമാണ് വിളിച്ചു വരുത്തുന്നത്. അവർ അവിടെ കോടി വന്നു കഴിയുമ്പോഴേക്കിനെ വേണ്ടുന്ന പോലീസുകാർ, ഒരു ഹോം ഗാർഡുണ്ട്, 3-4 പോലീസുകാരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ഹോം ഗാർഡുണ്ട്, ആംബുലൻസ് ഡ്രൈവറുണ്ട്. ഇവരെല്ലാം അടുത്തടുത്ത് നിൽക്കുവാണ്. അപ്പോൾ ഏതായാലും കാഷ്വാലിറ്റി റൂമിലേക്ക് കയറ്റി ഇന്ന് ചെക്ക് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പം ഇവരുടെ ഈ കൂടുതലുള്ള ഡോക്ടറെ വിളിച്ച് വരുത്തി, ഷിബിൻ മോഹനെ വിളിച്ച് വരുത്തി. അതുപോലെ തന്നെ ഈ റെസ്റ്റ് റൂമിലുണ്ടാകുന്ന നേഴ്സുമാരെയും സിസ്റ്റർമാരെയൊക്കെ വിളിച്ച് വരുത്തി. നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ കാലഭരണമുണ്ട്, അത് ഡ്രസ്സ് ചെയ്യണമെന്നും പറഞ്ഞ് അപ്പുറത്തെ ഡ്രസ്സിങ് റൂമിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് എന്തോ ഒരു വിഷയം ഉണ്ടായതായിട്ട് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റേ എടുക്കണമെന്നും പറഞ്ഞ് കൂടുതലായിരുന്ന ഡോക്ടർ ഷിബിൻ കുറിപ്പഴി കൊടുത്തിട്ട് അയാൾ പുറത്തേക്കും പോയി. അപ്പോൾ ഈ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷിബിൻ ശാല സീനിയറാണ് പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മോള് ഇത് കഴിഞ്ഞപ്പോൾ ഇത് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി മോളകത്തോട്ട് നമ്മുടെ DMO, ലൂട്ടനാണ് DMO ഒക്കെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൗർണമി ഒരപ്പുറത്ത് മുറിയിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യണം. മോളി വന്ന് മുട്ടി വിളിച്ചപ്പോഴത്തേക്കിനാണ് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, മാഡം വരാൻ പറഞ്ഞ്. അപ്പോൾ അത് നോക്കാതെ 2 പേരും കൂടി ഒന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അവർ ഈ ലൈവിലാന്നൊക്കെ എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ അവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് അപ്പോൾ നടന്നുകൊണ്ട് വരുവാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഇവിടെ ഇൻസിഡൻറ്റ് ഉണ്ടായെന്നാണ് പറയണത്. അതൊക്കെ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. അപ്പോൾ മോൾ അവിടെ നിന്ന് 2 വിളിച്ച് വരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഈ പറഞ്ഞേക്കുന്ന കൂടുതൽ വേണമെന്ന പൗർണമി ഡോക്ടറെ തിരിച്ചോടി 2 പേരും നടന്നുകൊണ്ട് പോകാം. തിരിച്ചോടി മുറിക്കകത്ത് കയറിയിട്ട് മുറി ലോക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. 2 പേരും ഒന്നിച്ച് നടന്നു പോകുന്നു. അപ്പോൾ 2 പേരും പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്ക് തന്നെ മുറിക്കകത്ത് കയറി
ലോക്കെല്ലാം അടച്ച് കസേര മരിച്ചിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞേക്കുന്ന ഈ അലക്സ് എന്ന് പറയുന്ന ഹോം ഗാർഡാണ്. അയാൾ എക്സ് മിലിറ്ററിക്കാരനാണ്. അദ്ദേഹം നല്ല തന്നെയുള്ള അങ്ങനെയാണ് ആദ്യം ഇയാളെ കുത്തുന്നത് പറഞ്ഞു. അപ്പോൾ ഇയാൾ അത് ഡിഫെൻഡ് ചെയ്യാൻ പോയപ്പോൾ അപ്പം ഒരു 5 മിനിറ്റ് ഇപ്പുറത്ത് പോലീസെല്ലാം നിൽക്കും അവിടെ കണ്ടുകൊണ്ട്. ഞാൻ വേറെ രീതിയിൽ അന്വേഷിച്ചപ്പോഴത്തെ കൃത്യം വിവരം എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല ആരാന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ അവർ ആ കുത്തിയപ്പം പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ഇതായതുകൊണ്ട് ഈ പുറകോട്ട് ഇവൻ വെച്ച് തള്ളിക്കൊണ്ട് പോയി. പുള്ളി കസേര കൊണ്ട് ഇരുത്തിയപ്പോഴത്തേക്കാണ് ഇവിടെ രണ്ടുമൂന്ന് കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കുത്തുന്നത്. ബാക്കി പോലീസുകാരെ കണ്ട് മാറുന്ന അവരൊന്ന് പിടിക്കുകയോ അത് ചെയ്യുവാണ്. ഇതൊന്നും ഉണ്ടായില്ല. കാരണം അവന് പൂർണ്ണ ആരോഗ്യവാനല്ല. നമുക്കറിയാമല്ലോ, നല്ലൊരു വ്രണം എന്ന് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാല് അവിടെ എങ്ങാണ്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ചാടി അത് നാട്ടുകാരെ എന്തോ ചെയ്തത് എന്താണ് കാല് പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഒരു ആംബുലൻസ് ഡ്രൈവറുണ്ട്, വിളിച്ച് പറയണേ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോളേക്ക് വന്നപ്പോഴത്തേക്ക് ഇവൻ ഉടനെ ഓടി. ഇതിങ്ങനെ വളഞ്ഞ ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഞാനിവിടെ പോയിട്ടുള്ളത്. അപ്പോൾ വിവരമില്ല. ബാക്കിയുള്ളവരൊക്കെ ഇതിങ്ങനെ ഉണ്ടായതാണ്. ഇപ്പോൾ എല്ലാവരും തൊട്ടടുത്തുള്ള മുറികളിൽ കയറി അടച്ച് ഒരു ഗ്രില്ലൊക്കെ ഉള്ള മുറികളിലാണ് ഇതൊക്കെ ഈ കൗണ്ടർ പോലുള്ളത്. ഇവരെല്ലാം സംഗതി അവിടെ എല്ലാം ഉണ്ട്. എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുക. മോള് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ അലറി എന്നെ രക്ഷിക്കണമെന്ന് ഇവരാരും ഒന്നും ചെയ്തില്ല. പോലീസുകാരൊക്കെ തൊട്ട് മാറി അപ്പുറത്ത് നിൽക്കുകയായിരുന്നു. ഒരു 5-6 പേരുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ആധികാരികമായിട്ട് അതിനാണ് ഞാൻ CBI എൻക്വയറി വേണമെന്ന് പറയാൻ കാര്യം. നമുക്കതിനുള്ള റൈറ്റ് ഇല്ലല്ലോ. CBI എൻക്വയറി ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിനകത്ത് വേറൊരു ഏജൻസി, ഇപ്പോൾ ഇവിടെ ഒരു ഏജൻസി അന്വേഷിച്ചാലും ഈ പറഞ്ഞേക്കുന്ന ഇതല്ലേ ഉള്ളൂ. പോലീസ് അന്വേഷിക്കുന്നത് മാത്രമേ ഇത് ബാക്കിയുള്ളവരുടെ അന്വേഷിക്കുമ്പോൾ ഇത് മാത്രമല്ലേ അവർ പറയുള്ളൂ. എനിക്കതല്ല. ഇതൊക്കെ ആരൊക്കെ ഇതിൻ്റെ അകത്ത് ഈ പോലീസിൻ്റെ സാന്നിധ്യത്തിലുണ്ടായ ഒരു കൊലപാതകമാണ്. അപ്പോൾ പോലീസ് അതിനകത്ത് കക്ഷിയല്ലേ എന്നാണ് ഞാൻ എല്ലാവരും അറിവുകളിൽ പറയുന്നതും ഇങ്ങനെ പലരും പറയുന്നത്. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് പലരും ഞാനിപ്പോൾ സംശയിക്കുകയാണെങ്കിൽ തെറ്റ് പറയാൻ പറ്റും ആർക്കെങ്കിലും. അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും അപ്പോൾ ഒന്നും കൂടെ തീർന്നില്ല. അതിങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി മോളോട് അതിലേക്ക് കഴിയാൻ രക്ഷിക്കാൻ ആരും ചെയ്യുന്നില്ല. ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയത്. പോലീസുകാർ എന്നാ ചെയ്യുന്നറിയാമോ? ഒരു ഈ ഹോം ഗാർഡിന് മാത്രമേ ഇവിടെ ശാലം തൊലി പോയിട്ടുള്ളൂ. വേറെ ആർക്കൊന്നും ഒന്നുമില്ല. അവരൊക്കെ ഇറങ്ങി ഓടിപ്പോയിട്ട് പുറത്ത് നിന്ന് ഷട്ടർ ലോക്ക് ചെയ്തു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതാണോ? ഇവിടെ ഷട്ടർ ലോക്ക് ചെയ്തു പുറത്തുനിന്ന്. അപ്പോൾ കൊച്ചു മാത്രം ഇതിൻ്റെ അകത്ത് കിടന്ന് ഓടുക. ബാക്കി തൊട്ടപ്പുറത്തെ മുറികളിലൊക്കെ ഇവരിരുന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഗ്രില്ലൊക്കെ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കൊച്ചിൻ്റെ ലൈവും കൊലപാതകവും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും പേര് ഈ പറഞ്ഞായിട്ട് ഇവർ ഒരു പക്ഷി പോലും അതിനു വേണ്ടി തടയാൻ ശ്രമിച്ച പോലീസ് ഉൾപ്പെടെ ഹോം ഗാർഡും പോലീസും ഒക്കെ ഇവിടെ 6-7 പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരും എല്ലാം അവിടെ ഉണ്ട്. ഇവരൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവനെ പുറത്ത് ഇറങ്ങിയെന്ന് ഇവനെ പല പ്രാവശ്യം കൊച്ചിനെ കുത്തി. ഒരു പോലീസ് പറയുന്ന 2 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഉണ്ട് ഒരിക്കലും മനുഷ്യന് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ വളരെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഈ പല പ്രാവശ്യം കൊച്ചിൻ്റെ മോളിൽ കയറി കുത്തിയെന്നൊക്കെയാണ് സംഗതി പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവനെ അവിടെ പോയി പുറത്ത് പോയി നിന്നിട്ട് ഇവൻ്റെ കയ്യിലിരുന്ന ആ ആയുധം അവിടെ പോയി വാഷ് ബേസിൽ കൊണ്ട് കഴുകിയിട്ട് അവൻ ആദ്യം അവിടെ കൊണ്ടുപോയി വെക്കുന്നു. പിന്നെ ആദ്യം എടുത്ത് താഴത്തേക്ക് കയറിയെന്ന് കസേരപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് പോലീസുകാരൊക്കെ വന്ന് പതുക്കെ ഇവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. അമ്മ ഒരു പുറത്തുനിന്ന് ഷർട്ടൊക്കെ തുറന്ന് പുറത്ത് ഓടിപ്പോയ ഡോക്ടറൊക്കെ വന്ന് ഇവരൊക്കെ തുറന്നു. എന്നിട്ട് പോലും കൊച്ചിൻ്റെ പ്രാഥമിക ചികിത്സ ഒരു കോട്ടൺ കൊണ്ട് പോലും ഇത്രയും 16-17 കുത്ത് ഇവിടെ കുത്തി കയറിയിട്ടുണ്ട്. 21 കുത്ത് മൊത്തമുണ്ട്. പോസ്റ്റ്മോർട്ടം പറഞ്ഞ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറി കുത്തിയപ്പോൾ ഒരു ബ്ലഡ് പോലും അവിടെ എങ്ങും തൂക്ക് പോലും ചെയ്തില്ല. ബ്ലഡൊന്നും അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഇത്രയും കുത്ത് കുത്തിയ ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കും. അതുപോലെ അത് കഴിഞ്ഞ് മോളെ ഈ പറഞ്ഞേക്കുന്ന ഇവനോട് ഇരുന്ന് കഴിഞ്ഞ് പോലീസ് കീഴ്പ്പെടുത്തിക്കുമ്പോഴത്തേക്ക് ഈ ഷിബിൻ മുഹമ്മദ് പറഞ്ഞ ഡോക്ടർ അവനും എല്ലാം പുറത്തേക്ക് ഓടി. ഞാൻ ചോദിച്ചതാണ് അവനോട് വന്ന 3 പ്രാവശ്യം പോലീസുകാരോട് ഞങ്ങളൊക്കെ ഓടിപ്പോയെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ് തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പോലീസുകാരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർ കയറി വന്ന് കൊച്ചിനെ വലിച്ചുകൊണ്ട് കൊച്ചിനെ കാലെ പിടിച്ച് എടുത്തെന്നാണ് പറയുന്നത്. പറഞ്ഞറിയേ ഉള്ളൂ വലിച്ചെടുക്കുന്നത്. അതിനപ്പോഴത്തേക്ക് കൊച്ച് ആവശ്യതയായി. എന്നിട്ട് അവർ പിടിച്ച് നടന്ന് ഷട്ടർ തുറന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നായത് പോലീസുകാരെന്നായത് ഈ ചെറിയ പരിക്ക് പറ്റിയ പോലീസുകാർ
കാരണം ഒരാൾക്ക് മാത്രമേ ഇവിടെ തൊലി പൊട്ടിയുള്ളൂ, വേറെ ഒത്തൊന്നും പറ്റിയില്ല. ഈ ഹോം ഗാർഡിന് അലക്സ് കുട്ടി. ബാക്കിയൊക്കെ ഇവിടെ ചെറിയ തോണ്ടൽ പിടിച്ചേക്കും, അവർ ഓടിപ്പോയെന്ന് പറയും. എന്നിട്ട് അവർ ഞങ്ങൾക്കറിയാം ആംബുലൻസ് വന്ന് മോളെ പതുക്കെ നടന്ന് ഇവൻ കയ്യെ പിടിച്ചുകൊണ്ട് നടന്ന ഈ സ്റ്റെപ്പിന്റെ തൊട്ടടുത്ത ദൂരമൊന്നുമില്ല, 10 മിനിറ്റ് എത്രയത്തെ വേഗമുള്ളൂ. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവര് ആംബുലൻസ് കൈ കാണിച്ച് ആംബുലൻസ് നിർത്താതെ പോലീസുകാർ പോയി. ഈ കൊച്ചിനെ കയറ്റാനായിട്ട് ഇവർ പറഞ്ഞപ്പോൾ ആംബുലൻസ് നിർത്തിയില്ല. ഈ പോലീസുകാരുണ്ടായിരുന്ന 3-4 പോലീസുകാരെ അവരായിട്ട് ആംബുലൻസ് വിട്ടുപോയി. ഇവരെന്നായി തിരിച്ച് കൊച്ചിനെ അവിടുന്ന് ആ സ്റ്റെപ്പ് 1-2 സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ചു കിടക്കുന്നത് ഈ എയ്ഡ് പോസ്റ്റ് കൊണ്ടുപോയിരുത്തി, പോലീസ് എയ്ഡ് പോസ്റ്റ്. അത് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞാണ് കൊച്ചിന്റെ കൂട്ടുകാരാണ് ഈ കൂടുതൽ നടന്ന ഈ ഷിബിൻ എന്ന് പറഞ്ഞ അങ്ങനെ അയാളെ വിളിച്ച് പറഞ്ഞ് കൊച്ചിന്റെ കൂടുതൽ പഠിച്ച ക്ലാസ്മേറ്റ് അവരാണ് അവിടുന്ന് വന്ന നമ്മുടെ അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്ന അവർ റെസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്നവരെയും ഇവിടെ അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം ഈ കൊച്ച് ഒറ്റയ്ക്ക് ഒരു ആശ്രയം ഇല്ലാതെ ഈ പോലീസ് എയ്ഡ് പോസ്റ്റിലിരുന്നു. ഇവിടെ ഡോക്ടർമാരുണ്ട്, ഇവിടെ നല്ല സർജന്മാരുണ്ട്, ആരും ഒറ്റയാണ് ഇറങ്ങിയില്ല. ഒരു കോട്ടൺ കൊണ്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ഈ കൊച്ചിന്റെ മൊബൈൽ അവിടെ എപ്പോഴും മൊബൈൽ ഫോൺ ഉള്ളത് അവിടെ കയ്യിൽ, മൊബൈൽ ഫോണും പോലും അവിടെ ഇല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഞങ്ങൾ വിളിച്ച് എപ്പോഴും ഇവർ അറിഞ്ഞേനെ. മൊബൈൽ ഫോൺ ഇരുന്ന ഡോക്ടർ പൗർണമിയാണ് പിന്നീട് കൊച്ചിനെ കൂട്ടുകാരപ്പോഴത്തേക്ക് അവരെ കൊടുത്തേക്കുന്നത്, നിങ്ങളാ കൊടുത്ത് മർദ്ദനരാണെന്ന് തോന്നുന്നു പറഞ്ഞു. എന്നിട്ട് ഇവര് അവിടെ പോലീസിൽ കാണുകയാണ്. ഇന്നലെ ഹൈക്കോടതി CBI അന്വേഷണം തള്ളിയ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ അച്ഛൻ മാധ്യമങ്ങളെ കാണുന്നത്. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പരാതിയായിട്ടുള്ള സംശയമുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ആശുപത്രിയിൽ ഈ അന്ന് കൊല്ലപ്പെട്ട സമയത്തുടനീളം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള സംശയങ്ങളുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്.